കൊല്ലം പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ശുചിമുറിയിൽ രോഗിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊട്ടിയം സ്വദേശി ലാലുവാണ് മരിച്ചത്. സർജിക്കൽ വാർഡിലെ ബാത്റൂമിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മനോജ് അപ്പുകുട്ടൻ ചേരുന്നു. മനോജ്, എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ ഇദ്ദേഹത്തെ കണ്ടെത്തിയത്? ഇന്ന് പകല് 8 മണിയോടെയാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ 4ാം നിലയിലെ പുരുഷന്മാരുടെ വാർഡിലെ ശുചിമുറിയിൽ അദ്ദേഹത്തെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടത്. അദ്ദേഹം കൊല്ലം കൊട്ടിയം സ്വദേശിയാണ്. 43 വയസ്സുണ്ട്. ലാലു എന്നാണ് പേര്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ ശശിധരന് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് 2 ആഴ്ച മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇദ്ദേഹം കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഇദ്ദേഹമാണ് സഹായിയായി ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് ഒരു മാനസികമായ അസ്വസ്ഥത തോന്നി 2ാം നിലയിൽ നിന്നും എടുത്ത് ചാടുകയും കാലിന് നട്ടലിനും ക്ഷതം സംഭവിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട തുടർ ചികിത്സയ്ക്കായാണ് പുനലൂരിലേക്ക് കൊണ്ടുവന്നത്. പുനലൂരിൽ ചികിത്സയിലായിരുന്നു. സഹോദരി ശൈലയാണ് ഒപ്പം ഉണ്ടായിരുന്നത്. രാവിലെ ശൈലയോട് കാപ്പി വാങ്ങിക്കൊണ്ടുവരാൻ പറയുകയും അങ്ങനെ ശൈല കാപ്പി വാങ്ങാൻ പോയ സമയത്താണ് ഇദ്ദേഹം ബാത്റൂമിൽ എത്തി ആത്മഹത്യ നടത്തിയത്. ശുചിമുറിയിലെ ഒരു ബക്കറ്റ് കമഴ്ത്തി വെച്ചു. അതിൽ കയറി നിന്ന് തുണി കൊണ്ട് കുരുക്കിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു എന്ന് വേണം നിഗമനിക്കാൻ. അത്തരത്തിലുള്ള ഒരു നിഗമനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ ശുചിമുറിയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വനിതാ PG ഡോക്ടറെ അപായപ്പെടുത്താൻ ശ്രമം നടന്നുവെന്ന് പരാതി. ജോലി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോകുന്നതിനിടെ പിന്തുടർന്ന ചിലർ കാറിൽ കയറാൻ ആവശ്യപ്പെട്ടു. 4-ാം തീയതി രാത്രി 8 മണിക്കാണ് സംഭവം. PG അസോസിയേഷൻ പ്രിൻസിപ്പലിന് പരാതി നൽകി. പരാതി പോലീസിന് കൈമാറി. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് വൈകിട്ട് 3-ന് സുരക്ഷാ യോഗം ചേരും. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്താണ് സംഭവം? സജിത്ത്, PG വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും ഡോക്ടർമാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ആശങ്ക ഉയർത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം നടന്നത്. രാത്രി ഡ്യൂട്ടി, അത്യാഹിതത്തിൽ ഡ്യൂട്ടി കഴിഞ്ഞ ശേഷം ഹോസ്റ്റലിലേക്ക് മടങ്ങുന്ന വഴിയാണ് ഒരു വനിതാ ഡോക്ടറുടെ സമീപം ഒരു കാറിൽ ഏതാനും പേർ എത്തുകയും ഡോർ തുറന്ന് കാറിനുള്ളിലേക്ക് കയറാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഡോക്ടർ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. പിന്നീട് ഇവരുടെ പിറകെ പിന്തുടർന്ന് എന്തൊക്കെയോ അസഭ്യവർഷങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. ഇതിനുശേഷം സമീപത്തിനുള്ള ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് ഓടിക്കേറിയാണ് ആ ഡോക്ടർ ആ ആളുകളിൽ നിന്നും അപരിചിതരിൽ നിന്നും രക്ഷപ്പെട്ടത്. ഈ സംഭവത്തിന് ശേഷം പിന്നീട് വൈസ് പ്രിൻസിപ്പലിന് പരാതി നൽകിയിരുന്നു ആ വനിത ഡോക്ടർ. ആ പരാതി പോലീസിന് കൈമാറുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് വളരെ വിശദമായ ഒരു സുരക്ഷാ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ മെഡിക്കൽ കോളേജ് പരിസരത്തെ CCTV ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ പ്രവർത്തനരഹിതമാണ്. ഒപ്പം ഈ ഹോസ്റ്റൽ പരിധിയിലും കോളേജിന്റെ പലയിടങ്ങളിലും വൈദ്യുതി വിളക്കുകളടക്കം പ്രകാശിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റം സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് ജോലി ചെയ്യുന്നതെന്ന് PG അസോസിയേഷൻ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പരാതിയുടെ പശ്ചാത്തലത്തിൽ അടിയന്തരമായ നടപടികൾ എടുക്കുമെന്നാണ് കോളേജും പോലീസും അറിയിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ശക്തമായ സമരമടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് PG അസോസിയേഷന്റെ തീരുമാനം. PG ഡോക്ടറെ അപായപ്പെടുത്താൻ നീക്കമുണ്ടായി എന്നതാണ് ആക്ഷേപം. പരാതി നൽകിയിരിക്കുന്നത്.